നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ സൗന്ദര്യമോ സ്വഭാവശുദ്ധിയോ ഒന്നും കണ്ടു മോഹിച്ചിട്ടല്ല ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നെന്ന് നിനക്കിനിയും മനസ്സിലായിട്ടില്ല. നിന്റെ പണമൊന്നും എനിക്ക് വേണ്ട. ഒരു ദുർമന്ത്രവാദിനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് നിന്റെ കഴുത്ത് താലി കിട്ടുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് എന്തിനാ അതിന് മുതിരുന്നതെന്ന് ചോദിച്ചാ നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം. നീ മാത്രമല്ല, നിന്നെപ്പോലുള്ള എല്ലാ പെമ്പിള്ളാരും. ഉടുപ്പ് മാറുന്നത് പോലെ ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല ബന്ധങ്ങളെന്ന് മനസ്സിലാക്കണം. ജീവിതം എന്താണെന്ന് നീ പഠിക്കണം. പഠിപ്പിക്കും നിന്നെ ഞാൻ. രോഹിത്, ഇത് നിന്റെ അവസാന തീരുമാനമാണോ? അതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞില്ലേ. എന്നോട് ക്ഷമിക്കണം രോഹിത്. എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല. നീ എന്നെ കൊണ്ടിത് ചെയ്യിക്കുന്നതാ. എടി നിന്നെ ഞാൻ എടി സുസ്മിത വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ ഞാൻ പറയട്ടെ. സുസ്മിത വാതിൽ തുറക്കാൻ. മര്യാദയുടെ ഭാഷ നിനക്ക് മനസ്സിലാവില്ലല്ലോ. സുസ്മിത സുസ്മിത വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ. സുസ്മിത സുസ്മിത തുറക്കും. വാതിൽ തുറക്കാൻ. മണ്ടത്തരായല്ലോ. അറിയാതെ വന്ന് അബദ്ധത്തിൽ ചാടി. ഞാൻ സൂക്ഷിക്കേണ്ടതായിരുന്നു. എന്താ മോളെ, എന്താ പറ്റിയത്? എന്ത് പറ്റി മോളെ, പറ. അയ്യോ, ഇതെന്ത് പറ്റിയതാ? അവിടെ ഒരാള്. ആളോ? എവിടെ എവിടെ? എന്റെ റൂമിൽ കയറി വന്ന ആന്റി. അയ്യോ, എന്നെ കടന്നു പിടിച്ചു. കടന്നു പിടിച്ചെന്നോ? ആര്? എനിക്കറിയില്ല ആന്റി. മുഖം മൂടി വെച്ചിരിക്കായിരുന്നു. അയ്യോ, എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ. ഒരു വിധത്തിൽ അവനെ തള്ളി മാറ്റി റൂം പൂട്ടിയിട്ടാ ഞാനിപ്പോ വരുന്നത്. ഇല്ലെങ്കിൽ അവൻ എന്നെ നശിപ്പിച്ചാൻ ആന്റി. എന്റെ ഈശ്വര. വിഷ്ണു, ആ പിസ്റ്റൾ ഇങ്ങോട്ട് വേഗം വേഗം. അമ്മേ, സത്യഭാമിയുടെ വീട്ടിൽ കയറി വന്ന് ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യം കാട്ടിയവൻ പട്ടിയെ പോലെ വെടികൊണ്ട് ചാവണോ എന്ന്. നിനക്കർഹിക്കുന്ന വിധി അത് തന്നെയാ രോഹിത്. പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ രക്ഷപ്പെട്ടു പോയിക്കോളാൻ. എന്നിട്ടും നീ ചോദിച്ചു വാങ്ങുന്നതാ ഇത്. ഇനി അനുഭവിച്ചോ. റൂമിലെത്തി രോഹിത്തിന്റെ മുഖം കാണുമ്പോ വിഷ്ണുവേട്ടന്റെ റിയാക്ഷൻ എനിക്കൊന്ന് കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.